എടോ, പടം വഴിയിൽ നിന്നു പോയാൽ ചേട്ടനായ ആദിത്യ കൃഷ്ണന്റെയും പന്തളം ബേബിയുടെയും സിനിമയെന്ന ചതിക്കുഴിയിൽ അനന്തന് വീഴേണ്ടി വരുമോ? നിർത്താനല്ലേ പറഞ്ഞു. ആൻസിയുടേതെന്ന് പറയപ്പെടുന്ന ആ വീഡിയോ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമോ? തോന്നിയ അക്ഷരങ്ങൾ, ഒരു KK രാജീവ് പരമ്പര. നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കുട്ടികളൊക്കെ അവിടെ റെഡി ആയിരിക്കണം. അതിനു മുന്നേ ഞാൻ ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് വരാം. ഹരിച്ചേട്ടാ, ശരത് സാർ, എന്തോ എന്നാ പിന്നെ തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഒരു ലേറ്റസ്റ്റ് ഹിറ്റ് കേട്ടാലോ? വിളിക്കട്ടെ നമ്മുടെ അമ്മയെക്കുട്ടി. വിളിക്കാം. So let's welcome അമ്മയ. You're my sunshine, you're my moonlight, you're my stars in the sky. Come with me now, you have my desire. Ventilai, vandayai, aradhya, kanavani kelada, kanavani danada, kantiranda kaangire. நான் சொன்ன ஊர் சொல்லும்
അമ്മയാ എന്താ? ബ്യൂട്ടിഫുൾ. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു, ഒരു സമയം ട്രെൻഡിങ് അല്ലേ? പിന്നെ ഹരിച്ചേട്ടനും കൂടെ ഇവിടെ ഇരിക്കുമ്പോ ഈ പാട്ടിനെ കുറിച്ച് പറയാതെ പോവാൻ പറ്റില്ല അല്ലേ ഷാനിക്ക? തീർച്ചയായും. ഇതിന്റെ മലയാളം അതെ, നമ്മുടെ സ്വന്തം ഹരിച്ചേട്ടനാണ് പാടിയത്. അപ്പൊ എന്തായാലും ഹരിച്ചേട്ടൻ രണ്ടുപേരും എന്തായാലും രണ്ടുപേരും മതി പ്ലീസ് പ്ലീസ്. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഹരിച്ചേട്ടാ. ചേട്ടാ സത്യമായിട്ടും പറയാ, ഒരു ചുമയുണ്ട്, ഞാൻ പാടിത്തരാം. നിന്റെ റിക്വസ്റ്റ് ചീറ്റിപ്പോയി. കുഴപ്പമില്ല. ഇല്ല. ഓക്കെ അമ്മയാ, എന്താ തോന്നി? നല്ലോണം പാടി. ആ. പിന്നെ സ്വരങ്ങള്? ഇല്ല, മോളിപ്പോ പാടിയത് തമിഴ് വേർഷനാണ്, ഞാൻ പാടിയ മലയാളമാണ്. ഡിഫറൻസ് അതെ, ഡിഫറൻസ് ഉണ്ട്. വോയിസസ് രണ്ടും രണ്ടാണ്. രണ്ട് സിംഗേഴ്സ് ആണെന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്, ഭീമമായ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ചോദിച്ചു നോക്കാം. ഹരിച്ചേട്ടാ അമ്മയാ എന്താ സർ? നന്നായിട്ട് പാടി. താങ്ക് യു സർ. എന്തുകൊണ്ടാ മോളിത് ചൂസ് ചെയ്യാൻ കാരണം? ഇത് ഞാൻ എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. ഓക്കെ, ഇതിന്റെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിനകത്ത് മലയാളമാണ് കുറച്ചും കൂടി ഇഷ്ടം. എന്നാ പിന്നെ മലയാളം പാടാത്തത് മലയാളം പാടിക്കൂടെ? അത് വേണ്ടാന്ന് വെച്ചല്ലേ മോളെ. എന്തുകൊണ്ട്? പിന്നെ ഹരിച്ചേട്ടൻ ഇരിക്കുമ്പോ ഞാൻ മലയാളം പാടുന്നത് അതല്ല സംഭവം, ഞാൻ പറഞ്ഞുതരാം. ഏ? ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നു വിചാരിച്ചില്ലേ ഇല്ല. അപ്പൊ പിന്നെ തമിഴ് പാടാന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിഞ്ഞത് ഹരിച്ചേട്ടനാ വരുന്നതെന്ന്. ഇനിയിപ്പോ മലയാളം ഇപ്പൊ പഠിക്കും. അതാണോ അതിന്റെ അതല്ലേ പിന്നിലെ? അതാണ്. കാര്യമായിട്ടും എടാ, അതായിരുന്നു. അയ്യോ മക്കളെ, ഇവൻ നാട് വിട്ടെന്ന് വിചാരിച്ചു. വൻ പ്രവചനം. അല്ല, അശ്ശോ. ഇതൊക്കെ ഇപ്പൊ മൈൻഡ് റീഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മിക്കവാറും മറ്റേ ആദ്യ മെന്റലിസ്റ്റ്. ആ, പക്ഷെ അവള് സത്യം പറഞ്ഞു. അതെ അതെ. ഐ ലൈക്ക് ദാറ്റ്. ആ ഒരു ജെനുവിനിറ്റിക്ക് ഞാൻ മോളെ നന്നായിട്ട് പാടി കേട്ടോ ഓവറോൾ. കാരണം ഇതൊരു ടഫ് സോങ് ആണ്. പിന്നെ ഞാനിത് ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഇതൊരു മെയിൽ സോങ് അല്ലേ ശരിക്കും. ആരാധ്യ എന്ന് പറഞ്ഞ് പാടുമ്പോഴത്തേക്കും ഇറ്റ്സ്, അപ്പൊ മോളിത് പാടുമ്പം ഇതൊരു മെയിൽ സോങ്, ഒരു കുട്ടി ഇങ്ങനെ പാടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കത് ആ സോങ് ആയിട്ട് എന്താ പറയാ, അങ്ങനെ കേൾക്കാത്ത കൊണ്ടായിരിക്കാം മേ ബി. ഞാൻ ഇവർക്ക് ഇവരുടെ ഒപ്പീനിയൻസും എടുക്കണം. എന്നാലും എനിക്ക് അത് ഫീൽ ചെയ്തു. അത് മോക്കത് പിന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് പാടി എന്ന് പറഞ്ഞു, അതൊരു റീസൺ ആണ്. സ്റ്റിൽ ഇറ്റ്സ് എ മെയിൽ സോങ്. അപ്പൊ എനിക്ക് അത് മാത്രമാണ് ഇതിൽ ഫീൽ ചെയ്തത് ത്രൂ ഔട്ട്. പിന്നെ ഇത് ഒറ്റയ്ക്ക് പാടുക എന്ന് പറയുന്ന ഒരു വലിയ ചടങ്ങാ മോളെ. അതെങ്ങനെ, ലൈക്ക് ഹൗ ഡിഡ് യു മാനേജ് ടു സിംഗ്? ഇപ്പൊ തന്നെ തൊണ്ട വേനെടുക്കും. എനിവേ, ചോയ്സ് ഓഫ് സോങ് കുറച്ച് ബെറ്റർ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം മോക്കിത് എത്രത്തോളം ഈ സോങ് സ്യൂട്ട് ആവുന്നുണ്ടെന്ന് അറിയില്ല ഈ ഒരു റൗണ്ടിൽ. സ്റ്റിൽ മോക്ക് ഇഷ്ടപ്പെട്ട പാട്ടായതുകൊണ്ട് യു സാങ്. എനിവേ, പിന്നെ മോളെ ഇതിന്റെ വെരി ബിഗിനിങ് ഒന്ന് പാടാവോ? ഹമ്മിങ്. You my sunshine, you my moonlight, you my stars in the sky. Come with me now, you have my desire. Ventiyai, vandayai, aradhya, kanavani. ഈ ബ്രെത്ത് എടുക്കുമ്പോൾ നമ്മള് കുറച്ച് മൈക്ക് ഒന്ന് മാനേജ് ചെയ്യണം. തണ്ടാരാ തരാരാ തരാരാ തരാരേ. ആ ഒരു എല്ലാം ബ്രെത്തും മോളുടെ വോക്കലും എല്ലാം ഒരുമിച്ച് കേൾക്കുന്നതുകൊണ്ട് ആ ബ്യൂട്ടി മൊത്തത്തിൽ നമുക്ക് കിട്ടില്ല ചിലപ്പോൾ. അപ്പൊ അതൊന്ന് മാനേജ് ചെയ്യണം. കാരണം ഇങ്ങനത്തെ സോങ്ങിൽ നമുക്ക് മൈക്ക് പ്ലേസ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് പല്ലവി ഭയങ്കര രസമായിരുന്നു കേട്ടോ. Thank you sir. കാരണം അത് ഭയങ്കര പാടാ. അത് ഒരുപാട് സംഗതീസ് ഉണ്ട്. അങ്ങനെ സാധനം ഇല്ലേ, അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പാടി മോള്. നല്ല രസമായിരുന്നു കേട്ടോ കേൾക്കാൻ. അതൊക്കെ തന്നെ മോളെ. പിന്നെ വെരി ലാസ്റ്റ് ഹമ്മിങ് എനിക്ക് കുറച്ച് ബെറ്റർ ആക്കാൻ തോന്നി. ഒരു ഡൗട്ട്ഫുൾ ആയിരുന്നു, എന്ത് പാടണമെന്ന്, ഇത് പാടിയാ വർക്കാവുമോ എന്തൊക്കെയൊക്കെയോ ഒരു തോന്നലാണ് ഇങ്ങനെ പാടിപ്പോയത്. ബട്ട് യു മാനേജ് ടു സിംഗ് ദിസ് കേട്ടോ. നന്നായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്തു മോള്. എനിവേ നൈസ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. ഹായ് മോളെ, Hi sir. നല്ല രസമുള്ള പാട്ടാണ്. എനിക്കും ഇത് നമ്മൾ ചില പാട്ടുകൾ മെയിൽ പാടി കേൾക്കുമ്പോൾ ഉള്ള ഒരു ഗും ഫീമെയിൽ പാടുമ്പോൾ അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള പാട്ട്. അത് ആരാധ്യ എന്ന് നമ്മൾ ഒരു പെണ്ണ് തന്നെ നിന്ന് ആരാധ്യ എന്ന് പാടുമ്പോൾ എന്തരടേ എന്തോ, അല്ലെങ്കിൽ ആരാടാന്നെങ്കിലും പാടണമായിരുന്നു. അതൊക്കെ അതാകുമ്പോൾ കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഓക്കെ, ഞാനിത് പാടാം. എന്റെ കൂടെ പാറു ഡുവറ്റ് പാടാണ്. ഹരിച്ചേട്ടാ ചതിക്കല്ലേ പ്ലീസ്. ഞാൻ പാട്ട് പാടി അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇത്രയും കാലം ഞങ്ങളായിരുന്നു ഡുവറ്റ്, അല്ലെങ്കിൽ ഷാനിക്കായിരുന്നു ഡുവറ്റ് ഞങ്ങളുടെ. എനിക്കൊരു ഫീമെയിൽ ഡുവറ്റ് ആവശ്യമുണ്ട്. അത് രസമായിട്ട് പാടി പാറും. ഇപ്പൊ ഞെട്ടിപ്പോയി. എന്ത് പറയുന്നു ഡയറക്ടർ സാർ? പിന്നെ തീർച്ചയായിട്ടും ആവാ ഡയറക്ടർ സർ. യെസ്,
അപ്പൊ മക്കളെ നമുക്ക് പാട്ടിലേക്ക് വരാം. നമ്മള് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. മോളെ ആ നെരുങ്കാതെ അതൊന്ന് ഒന്ന് പറയാമോ? നെരുങ്കാതെ വിളകാതെ. ആ വിളക്കാതെ എന്നോ? വിലഹാതെ. വിലഹാതെ വിട്ടു പോവല്ലേ. വിളഹാതെ ഉൻ പക്കമിരുന്നാൽ കെട്ടുപോവേൻ, തള്ളിയിരുന്നാൽ നല്ലവനാവേനെ. ഇത് ഒരു മലയാളത്തിൽ നല്ലവനാവേനെ എന്ന് പറയുമ്പോ തന്നെ അടാ ആണാടാ. അതോ മനസ്സിലാക്കി തമിഴ്. പിന്നെ എനിക്ക് ആ സ്വരം ഒന്ന് പാടിത്തരും. ഒന്നുകൂടെ അവിടെ തൊട്ട് പാട്. അവിടെ തൊട്ട്. അപ്പൊ അതെല്ലാം ഒന്ന് ഹിറ്റ് ചെയ്യടാ മോളെ. അതാണോ? അത് ഗായടാ. അതെന്താണ് ഗാഥ? അപ്പൊ അത് കൃത്യമായിട്ട് പാട്. ഇപ്പൊ ഒത്തിരി ട്യൂണിങ് ചേരുന്നില്ലെങ്കിലും ഇപ്പൊ സ്ഥാനങ്ങൾ കൃത്യമായിട്ടുണ്ട്. അത് പ്രധാനമാണ് മോളെ. എന്ത് പാടിയാലും അത് കൃത്യമായിരിക്കണം. അപ്പോഴാണ് അതിനൊരു സുഖം വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ പിന്നെ ആ സ്വരമല്ലല്ലത്. അപ്പം അത് മാത്രമേ. പക്ഷെ അത് നല്ല രസമായിരുന്നു മോള് പാടിയപ്പോൾ. ഒരു ഗുമ്മല്ലേ. അതേകൊണ്ട് മക്കളെ വേറൊന്നുമില്ല അങ്ങനെ സീരിയസ് ആയിട്ട്. പിന്നെ മോൾ ഈ ഇത്രയും ടോപ്പ് ആയതുകൊണ്ടാണ് മോൾ ഇങ്ങനെ ഒതുക്കി പാടിക്കൊണ്ടിരുന്നത്. ആ ഒരു ഓപ്പൺനെസ് ആരാധയൊക്കെ വരുമ്പോൾ ഉള്ള അതൊന്നും കിട്ടിയില്ല. അത് എല്ലാം അത് അവിടെ വരെ നിൽക്കുന്നു. പക്ഷേ ആരാധന എന്നങ്ങ് തുടങ്ങുമ്പോൾ അതൊരു കുറച്ചും കൂടെ ഒരു പ്രകാശം, ഒരു വിസ്താരമൊക്കെ വരണ്ടേ. അതാണ് എനിക്ക് തോന്നിയത് മോള് പാടും. മോളിങ്ങനെ ഒതുക്കി അങ്ങ് വലഞ്ഞ് കേട്ടോ. അതേ മോള് നന്നായിട്ട് തന്നെ പാടിയടാ. പിന്നെ നീ നന്നായിട്ട് പാടുന്ന ഒരു പെൺകുട്ടിയല്ലേ, അതിലൊന്നും നമുക്കൊരു സംശയമില്ലല്ലോ. മോള് നല്ല കിടുക്കാച്ച ആളാണ്. മോള് ഈ ഇങ്ങനെ ഒതുക്കിയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞോട്ടെ എനിക്ക് നിന്റെ ടോണും ഒരു മഫിൾഡായിട്ട് തോന്നി എനിക്കിന്ന്. കുഴപ്പമില്ല, പക്ഷെ എന്നാലും നന്നായിട്ട് പാടി. ഇതൊക്കെ പറയണം. അയ്യോ മോളെ ഇതൊക്കെ ആരാ ചെയ്തതെന്നൊന്ന് പറഞ്ഞു. മ്യൂസിക് ചെയ്തത് ഹിഷാം സാറ്, പിന്നെ ലിറിക്സ് എഴുതിയത് മദൻ കർക്കി സാർ. അതെ, അതാരാണ്? ഒരു പ്രത്യേകതയുണ്ട് മദൻ കർക്കിക്ക്. ഒരു പ്രത്യേകതയുണ്ട്. ആരാണ് അറിയില്ല. നമുക്ക് വൈരമുത്തു സാറിനെ അറിയാമോ? കവി പേരരസ് വൈരമുത്തു സാർ അറിയാമോ? അദ്ദേഹത്തിന്റെ മകനാണ് മദൻ എന്ന് പറഞ്ഞാൽ. വളരെ അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ എങ്ങാണ്ടാണ് മദൻ കേട്ടോ. നല്ല മനുഷ്യനാണ്. നമുക്ക് വർക്ക് ചെയ്യാൻ. എനിക്ക് 180 എന്നുള്ള ഫിലിം മദനായിരുന്നു മൊത്തം എഴുതിയത്. മദന്റെ ബ്രദറും കവിത എഴുതും കേട്ടോ. കപിലൻ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. എനിക്ക് വലിയ ബന്ധമില്ല. എനിക്ക് മദനുമായിട്ടാണ് കമ്പനി. പിന്നെ പാടിയത് മലയാളം ഈശക്കൻ നമ്മുടെ ചക്കര. തമിഴ് പാടിയത് സിദ് ശ്രീറാം സാറും ചിന്മയി ശ്രീപദമാണ്. അപ്പൊ മലയാളത്തിൽ ഫീമെയിൽ ആരായിരുന്നുടാ? ശ്വേത മോഹൻ അല്ലേ? അത് മറ്റൊരു ചക്കര. അതൊരു പഞ്ചാര. അതും അതിന്റെ അമ്മയും. അമ്മയല്ല, എനിക്ക് അമ്മയായിട്ട് കമ്പനി ഇല്ല. അതിന്റെ അച്ഛൻ വണ്ടർഫുൾ സുജാ ചേച്ചിയുടെ ഹസ്ബൻഡ് മോഹൻ, ഡോക്ടർ മോഹൻ. അയ്യോ, ഒരു വട്ടം കണ്ടാല് നമ്മള് പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ 2-3 സംസാരിച്ച് ഞാൻ എന്റെ മോളെയും ഭാര്യയൊക്കെ മറന്നു. അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാന്ന് വിചാരിച്ചു, തീരുമാനിച്ചു. അത്ര സ്വീറ്റ് ആയിട്ടാണ് മോനേട്ടാ. ലവ് യു. പാടും പാട്ടോ കെ മോഹൻ എന്നാ പേര്. ഞാനാ പറഞ്ഞത് കരോക്കെ മോഹൻ എന്ന്. ഓസെല്ലാം കരോക്കെ ഇട്ടിട്ട് പാട്ടോട് ശല്യം ആളുകൾക്ക്. പഴയ ഹിന്ദി പാട്ട് എല്ലാം അറിയാം മോഹനേട്ടന്, എല്ലാ പാട്ടും. ഒരു വീഡിയോ ഉറപ്പായിട്ടും ആ ഗ്രൂപ്പില് ആരൊക്കെ ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ. അത് മാത്രമല്ല, ചെന്നൈയിൽ എവിടെ പ്രോഗ്രാം, ഏത് മുക്കിന് മൂലയ്ക്ക് പ്രോഗ്രാം നടന്നാലും ഭയങ്കരമായിട്ട്. എനിക്കൊരു കച്ചേരി ഉണ്ടായിരുന്നു ചെന്നൈയിൽ. അത് ചെന്നൈ വിട്ടിട്ട് എവിടോ ഒരു ഐസ്രാങ്കോണത്ത്, അവിടാണ് പ്രോഗ്രാം. ഞങ്ങൾ തന്നെ ഇവിടുന്ന് 3-4 കാറ് പിടിച്ചാൽ പോയത് അവിടെ എത്തിയത്. ശരി, അവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ.
ഞാനിത് പാടിക്കൊണ്ടിരുന്നു, എനിക്ക് പെട്ടെന്ന് നമുക്ക് പരിചയമുള്ള ഒരാൾ മുമ്പിലിരിക്കുന്നു, മോഹനേട്ടൻ. എന്തോ ഒരു അവിടെ കഷ്ടം, അവിടെ വരും. വന്നു. ആരാണ്ട് സൈക്കിൾ എങ്ങാണ്ട് കയറി വന്നു മോഹനേട്ടൻ. ഒരു കോമ്പറ്റീഷൻ ഇതുപോലെ എനിക്ക് അവിടെ ആകെ പരിചയമുള്ള ചെന്നൈയില് മോഹനങ്ങൾ അവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്നായിരുന്നു. ഭയങ്കര അത് എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒരു അതെ. positive ഇത്രയും മനുഷ്യനാണ്. തിരക്കുണ്ടെങ്കിലും വരും. അതെ, ഒരു അതായത് നല്ല നമ്മൾ ഈ കറകളഞ്ഞ മ്യൂസിക് ലവർ എന്ന് പറയില്ലേ, അതാണ് മോനേട്ടൻ. മക്കളെ ആരാധ്യേ. അതുപോലെ ചിന്മയി ഒരു വണ്ടർഫുൾ സിംഗർ, അതെ അതെ ഒരു അസാധ്യ പാട്ടുകാരിയാണ്. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എനിക്ക് കുറേ ഇഷ്ടമുള്ള പാട്ടുകാരുണ്ട് ചിന്മയി, അതുപോലെ തന്നെ സിദ്ധും. അപ്പം മക്കളെ ഇത്രേ ഉള്ളൂ. അപ്പം എന്തൊക്കെ നല്ലൊരു കിടിലം നമ്മുടെ ഹിഷാമിൻ്റെ പാട്ട്, പിന്നെ അവൻ്റെ പാട്ടാകുമ്പോൾ നമുക്ക് അതെ. അത് കുറേയും കൂടെ നമ്മുടെ ചങ്ക. അവൻ്റെ പാട്ട് കൂടെ പാടിയപ്പോൾ കുറേ സന്തോഷമായി സത്യത്തിൽ. ലവ് യു മുത്തേ. ലവ് യു ടു സർ. താങ്ക് യു സർ. ഷാനിക്ക അമ്മയാ എന്താ സർ? നന്നായിട്ട് പാടി വേണം. താങ്ക് യു സർ. എനിക്ക് ആകെ ഫീൽ ചെയ്തത് ഒന്ന് ബ്രെത്ത്, അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്രെത്ത് നോയ്സ് മൈക്ക് നമ്മൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യണം മോള്. പ്രത്യേകിച്ച് ഇതിപ്പോൾ ഒരു ഡ്യുവറ്റ് ആണ് മോള് ഒറ്റയ്ക്ക് എടുത്ത് പാടണേ. അപ്പോൾ ചിലപ്പോൾ ഈ മെയിൽ ഫീമെയിൽ ഈ ക്രിസ് ക്രോസ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് പാടാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് അവർക്ക് വേണ്ട ബ്രെത്ത് അവർ സെപ്പറേറ്റ് എടുത്തോളും. ഇതിപ്പോൾ എല്ലാം മോൾ തന്നെ എടുത്ത് പാടുമ്പോൾ അവരുടെയും കൂടെ ബ്രത്ത് കൊച്ചാ എടുക്കുന്നത്. അതെ, അവരുടെ ബ്രെത്തും കൂടെ മോൾ എടുത്തിട്ടാണ് പാടുന്നത്. അത് മാത്രമല്ല ഷാനെ, അവള് ലെവല് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ശബ്ദം ഈ ശ്വാസമാണ് കൂടുതൽ കേൾക്കുന്നത്. അതെ, നമ്മൾ കുറച്ചും കൂടെ ത്രസ്റ്റ് ഉണ്ടെങ്കിൽ ശ്വാസം അത്രയും കേൾക്കത്തില്ല. അതെ. നമ്മള് മൊത്തം ഒരു ഫോൾസ് ആ ഒരു റേഞ്ചിൽ ഒന്നാമത് ഹൈ ആണല്ലോ. പിന്നെ ഈ പാട്ട് നമ്മളിങ്ങനെ ആരാധ്യ എത്തുമ്പോഴേക്കും ഇപ്പൊ ഈവൻ അതിന്റെ ഓർക്കസ്ട്രേഷൻ ആണെങ്കിൽ അതിങ്ങനെ ജുൻ 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 എന്നിട്ടാണ് ആരാധ്യ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്പൺനെസ് വരുന്നത്. അവിടെ ആ ഒരു ഓപ്പൺനെസ് നമുക്ക് ഫീൽ ചെയ്യണം. ഇതിപ്പോൾ ആ ഒരു സെയിം ലെവലിലാണ് തുടക്കം തൊട്ട് അവസാനം വരെ മോള് പോയത്. അതുകൊണ്ടാണ് ഹരി പറഞ്ഞത് ഇത് ടെക്നിക്കലി ഇതൊരു മെയിൽ സോങ് ആണ്, ആ ഒരു മെയിൽ റേഞ്ചിലുള്ളൊരു സോങ്. അപ്പം അങ്ങനെ പാടി വരുമ്പോൾ ആരാധ്യ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭയങ്കരമായിട്ടൊരു സ്പെക്ട്രം നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നിയത് ഈ ആരാധ്യ എന്ന് പറയുന്നത് അതൊരു കോളിംഗ് ആണ്, കോളിംഗ് ഒരു ഫീമെയിൽ. അപ്പോൾ അത് ആക്ച്വലി അതിനൊരു കംപ്ലീഷൻ വരണമെങ്കിൽ അത് മെയിൽ തന്നെ പാടണമെന്ന് ഒരു തോട്ട്. ബട്ട് ഓഫ് കോഴ്സ് അത് മോള് പറഞ്ഞു, മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ എന്തായാലും തെറ്റ് പറയണില്ല ഇപ്പൊ തൽക്കാലം. ഓക്കെ, അപ്പൊ ഇനി മാർക്സ്. ശരത് സർ. മോളെ എന്താ സർ? ആരാധ്യേ എന്താ സർ? 8.7. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ നന്നായിട്ട് പാടി മോളെ, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. Thank you, sir. ഹെവി പാട്ട്, ഒരു മെയിൽ സോങ് ആണ്, അതുകൊണ്ട് മാത്രം 8.8. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ടോട്ടൽ 17.5. അടുത്ത ആള് വരട്ടെ. അടുത്ത ഓടി ഹരിച്ചേട്ടാ പാട്ട് കേട്ടിട്ടേ പോകുന്നുള്ളൂ എന്ന്. എന്റെ ആ, മോളെ. എന്താ Okay, രണ്ടുപേരും പെട്ടെന്ന് പാട്. പാടറേ. Okay, guys. You're my sunshine, you're my moonlight, you're the stars in the sky. Come with me now, you have my desire. Ellame needane Aradhya. അറിയാതെ മനസാകെ തൂ മധുര പ്രണയം തൂവി തൂവി കണ്ണിമയോരം താരകൾ മിന്നുന്നേ. ഇരുൾ മൂടിയുറങ്ങും ചെമ്പനി നീരെ പുൽകിയുണർത്തും വെൺമതി നീയെ. ആരാധ്യ ആരാധ്യ തമ്മിൽ തമ്മിൽ ചേരാമെന്നും ആരാധ്യ 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 നീയില്ലാതിന്നില്ലൻ ജന്മം ആരാധ്യ. ബ്യൂട്ടിഫുൾ. താങ്ക് യു ഹരിച്ചേട്ടാ. Thank you. അടുത്തത് ഇംപ്രൊവൈസേഷൻ റൗണ്ട് അമ്മേ, പാടാൻ വരുന്നു നമ്മുടെ കങ്കുവ അഭിനവ്. So let's welcome അഭിനവ്. അഭി, കങ്കുവ എന്നൊക്കെ ഇറങ്ങി സാധാരണ നമ്മുടെ പഴയ അഭിയായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ല രസമുണ്ടടാ നിന്നെ കാണാൻ. ഇനി ആ ക്യാരക്ടർ ആവാൻ പറ്റുമോ നിനക്ക്? അയ്യോ, ഓർപ്പിക്കല്ലേ. ഓക്കെ, എങ്ങനെ ഉണ്ടായി ഇംപ്രൊവൈസേഷൻ റൗണ്ട്? എത്രത്തോളം ഇംപ്രൊവൈസ് ചെയ്യാൻ പറ്റി?
എന്നെ കൊണ്ട് കഴിയുന്ന രീതിയില് അവനെ കൊണ്ട് കഴിയുന്ന എല്ലാം അവൻ ചെയ്തിട്ടുണ്ട്. ചെയ്ത് തെളിയിച്ചിട്ടുണ്ട്. എന്താടാ നന്നായി ചെയ്തില്ലേ നീ? അറിഞ്ഞൂടാ. അറിയില്ല. അറിഞ്ഞിടല്ലേ? ചോദിക്കാം നമുക്ക്. ഓ ചോദിച്ചങ്ക. ഓക്കെ ഷാനിക്ക. അഭിനവേ എന്തോ സാർ? നന്നായിട്ട് പാടി. താങ്ക് യു സാർ. എനിക്ക് ഞാൻ ഫസ്റ്റ് ലൈൻ, ആ ഫസ്റ്റ് സ്വയംവര, അത് ഒന്ന് പാടിയടാ. സ്വയംവര ചന്ദ്രികേ. ഒന്ന് എനിക്ക് അത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സ്ഥലത്ത് എനിക്കൊരു ക്ലാരിറ്റി. അതുപോലെ അടുത്ത ലൈൻ മറ്റേ ഹൃദയരാഗം, അതൊന്ന് പാടിയേ. ഹൃദയരാഗദൂതു അതെനിക്കൊന്ന് റിപ്പീറ്റിൽ വരുമ്പോ എവിടെയോ ഒരു സ്ഥലത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചളിങ്ങിയതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഈ സ്വരങ്ങളല്ലേ, ഇംപ്രൊവൈസേഷൻ നന്നായിട്ടുണ്ട്. താങ്ക് യു സാർ. പക്ഷെ ഇത് ഈ പാട്ടിന് ചേർന്നുണ്ടോ എന്നുള്ള കാര്യം അത് കളക്റ്റീവായിട്ടുള്ള ഒരു ഇതായിരിക്കും. പിന്നെ വേറെന്ത് ഒരു ഇംപ്രൊവൈസേഷൻ കൂടി ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് എവിടെയോ ഹമ്മിങ്ങോ, അത് ഒറിജിനലുള്ളതാണല്ലോ. അല്ല ഞാൻ ചെയ്തു. നീ ചെയ്താന്ന് പറയേണ്ട ആവശ്യമില്ല, ഉറപ്പാത്. പെട്ടെന്ന് ഒരിക്കലും ദീപക് ദേവ് സാർ അത് ചെയ്യില്ലെന്നറിയാം. അതൊന്ന് പാടിയ മക്കളെ. അതെ, ഒന്ന് പാടിയത്. അതെ, ഒരു നക്ഷത്രമനമിന്നു മകളെ വിതുമ്പുന്നിതാ. നമ്മള് വിചാരിക്കാത്ത ഒരു വഴി കൂടെ വന്ന് അതെ അതെ, വേറെ തന്നെ ഒരു സഞ്ചാരം. ഞാൻ വിചാരിച്ചു സ്വരങ്ങൾ വന്നപ്പോഴും ഇത് വന്നപ്പോഴും ഈ പറഞ്ഞ പോലെ വേറെ ഏതോ എങ്ങോട്ടോ പോവാണെന്ന് വിചാരിച്ചു. എനിവേസ്, പിന്നെ വേറെ എന്താ, ഈ വാക്കുകളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയായിരുന്നോ? ഇല്ല സാർ. ഇല്ല, ഇത് രണ്ടും മാത്രമേ ഉള്ളോ ഇംപ്രൊവൈസേഷൻ? വേറെ വരികൾക്കൊന്നും ഒന്നും ചെയ്തില്ലേ? ഇല്ല. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇംപ്രൊവൈസേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതിപ്പോ ഇൻസേർഷൻസ് ആണ് അല്ലേ? ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്വരങ്ങൾ കയറ്റി ഒരു സ്ഥലത്ത് ഹമ്മിങ്ങും കയറ്റി എന്നല്ലാതെ അതുകൂടെ ചെയ്തു. അത് മറക്കാൻ ഐ എം സോ സോറി. പ്ലീസ് ഫോർഗിവ് മീ മാൻ, പ്ലീസ്. അത് ഒന്നുകൂടി ഒന്ന് പാടി കേക്കട്ടെ. ഇന്നും അവൾ മാത്രം വന്നീല. ഓക്കെ മോനെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വന്നീല എന്ന് പറയുന്ന ആ ലൈൻ ഓൾറെഡി ഒരു പ്ലാൻ ഇല്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ മേലെ കേറിയിട്ട് എന്തിനാണ് അടുത്തൊരു പ്ലാൻ പണിയണേ? വളരെ സിമ്പിൾ ആയിട്ട് പോകുന്ന മറ്റു വരികളില്ലേ? ഒരു പെൻ ഹൗസ് കെട്ടാന്ന് വിചാരിച്ചതിന് വേണ്ടി ഓൾറെഡി ഒരു പ്ലാൻ ഉള്ള ഒരു വേർഡ് അല്ലേ അത്? അപ്പൊ അതിന്റെ മേലെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്കങ്ങനെയാണ്, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. വേറെയും സിമ്പിളായിട്ട് കിടക്കുന്ന, ഇഷ്ടം പോലെ ഇന്നസെന്റ് ആയിട്ട് കിടക്കുന്ന കുറേ വരികളുണ്ട്, നിഷ്കളങ്കമായി കിടക്കുന്ന ഒരുപാട് വരികളുണ്ട്. അതിലേതിലെങ്കിലും ഈവൻ പ്ലാൻ പോലും വേണമെന്നില്ല, എന്തെങ്കിലും ഒരു ഗ്ലൈഡോ എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കായിരുന്നു. സ്വരങ്ങളും ഈ ഹമ്മിങ്ങും മാത്രം, അത് ഇൻസേർഷൻസ് ആണ്. അത് പിന്നെ നമ്മൾ പറഞ്ഞ റൗണ്ടിലേക്ക് അത് അധികം ചേരുമെന്ന് തോന്നുന്നില്ല. അത്രേ ഉള്ളൂടാ. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടി കേട്ടാ. താങ്ക് യു സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ശരത് സർ. മക്കളെ കാങ്കുവാ മക്കളെ കൊള്ളാടാ. കാരണം ഇത് എന്ത് ചെയ്യാൻ, താങ്ക് യു സാർ. ഒരു രസം ഉണ്ടായിരുന്നു മൊത്തത്തില് കേട്ടോ. ഇപ്പൊ ഇത് പാട്ടുണ്ടാക്കിയ ആളുകളുടെ ഒക്കെ കാര്യം പറ, നമുക്ക് അത് ആദ്യം സംസാരിക്കാം. മറന്നോ? അങ്ങനെ ഒരു ലുക്ക് പെട്ടെന്ന് ബ്ലൈൻഡ് ആയി പോയി, അതുകൊണ്ട് പെട്ടെന്ന് കങ്കുവയിലേക്ക് പോയി. മ്യൂസിക് ദീപക് ദേവ് സാറ്, ലിറിക്സ് കൈതപ്രം സാറ്, പാടിയത് എം ജയചന്ദ്രൻ സാറും സുജാത അമ്മയും. അല്ല, പി ജയചന്ദ്രൻ സാറും സുജാത അമ്മയും. കുട്ടൻ അവിടെ നിന്ന് തുമ്മിക്കാണും. നീ ശ്രീഹരിടത്താണോ ഇരുന്നത്? രാവിലെ തൊട്ട് ശ്രീഹരിയുടെ അടുത്ത് അത് കിട്ടിയിട്ടുണ്ടോ? സിംഗേഴ്സ് പി ജയചന്ദ്രൻ സാറും സുജാത അമ്മയും. സിനിമ ക്രോണിക് ബാച്ചിലർ. ഏത് വർഷം? 2003. ശരി മക്കളെ, എന്തോ സാർ? നമ്മൾ നന്നായിട്ടുണ്ടായിരുന്നു മോൻ പാടിയത് കേട്ടോ. താങ്ക് യു സാർ. അപ്പൊ ഈ സ്വയംവരം എന്താണ്? അതാണ് ഷാൻ ചോദിച്ചാൽ. തുടക്കം ഒരു ഫസ്റ്റ് ഇംപ്രഷൻ സൂപ്പർ ആയിരിക്കണ്ടേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. ആ സ്വയംവരം എന്തിനാ അവിടെ കൊണ്ട് കുളമാക്കിയത്? പെട്ടെന്ന് തൊണ്ട അങ്ങ് ഡ്രൈ ആയിപ്പോയി, അതിന്റെ ഇതായിരുന്നു സാറേ. പോട്ടെ,
അറിയാൻ മേലാഞ്ഞിട്ടാണ് സാറേ എന്നൊക്കെ പറഞ്ഞത്. ഞാനല്ല ഞാൻ തെറ്റിയത് സാറേ. ഇതൊക്കെ പണിയായുധങ്ങളായിരുന്നു രാജാവേ. ഞാൻ മാത്രല്ല അമ്മേനോട് സാറേ ഓർക്കണേ സാറേ. മക്കളെ അതുപോലെ എന്തൊക്കെയാലും അത് ഓക്കെ ഓട്ടെ. നമുക്ക് ആ സ്വരം ഒന്ന് പാടാം, എനിക്കത് കേൾക്കാൻ ഒരാഗ്രഹം. നിസസ നിസസ നിസ നിസ നിസഗരിസനി നിസസ നിസസ നിസ നിസ നിസഗരി നിസഗമനിദ സഗമനിദ മമ്മമ്മ ഗമപദ നിദമപദ നിസ സഗമനിദ മമ്മമ്മ ഗമപദ നിദമപദ നിസ. അടുത്ത കൂടി പാട്. സാരി ബാമ ഗാരേ സാരി സാരി ഗാരി സദാ അതുകൂടെ പാടി അങ്ങ് ഫിനിഷ് ചെയ്യാതെ ഞങ്ങൾ അതാ പറഞ്ഞു വെച്ചാൽ അവൻ അത് കൂടെ പാടാൻ പാടിയില്ലേ. ക്ഷീണിക്കുമല്ലേ മക്കളെ? ഓ ഓ ആ എടാ നമ്മളൊരു സ്വരം പാടുമ്പോഴും അതിനൊരു സുഖം വരണോടാ. ശരി. അത് ഒരുമാതിരി ഈ ചുടുകട്ട എടുത്ത് വെച്ചോണോ അല്ല ഇരിക്കേണ്ടത്. അത് അതിനൊരു ഒരു ഒരു ഒഴുക്കും ഒരു സുഖമൊക്കെ ഫീൽ ചെയ്യണം. ഓരോപ്പോൾ പാടുന്നതൊക്കെ വളരെ എന്താ പറയുക പോലീസ് മുറയല്ല പാടുന്നത്. അതല്ലാണ്ട് ഒരു കുറച്ചും കൂടെ സുഖം വരുന്നത്. എന്തൊക്കെയാലും നീ പാടുന്നത് അതൊന്നും ഒരു സുഖമായിട്ട് പാടാമോ? നിസസ നിസസ നിസ നിസ നിസഗരിസനി നിസസ നിസസ നിസ നിസ നിസഗരി നിസഗമനിദ സഗമനിദ മമ്മമ്മ ഗമപദ നിദമപദ നിസ സഗമനിദ മമ്മമ്മ ഗമപദ നിദമപദ നിസ. ആ സാന്ന് പറയുമ്പോൾ വലിക്കരുത് കേട്ടോ, സാന്ന് തന്നെ പിടിക്കുക. ശരി സർ. അത് അത് ആനൊക്കെ കൂടാന്നാണ് റൂള്. അപ്പം നമ്മൾ സാ അത് മതി, സാ അത് പിടിക്കരുത് കേട്ടോ. ശരി. പിന്നെ മോനായ ഒന്ന് ഇംപ്രവൈസ് ചെയ്തില്ലേ എവിടെ ഒരു പുതിയ സംഗതി ഏതാണ് അത് നമുക്ക് നോട്ട് ചെയ്യാനും പറ്റിയില്ല. ഞാൻ കുരുന്നൊന്ന് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. വന്നീ അതാണ് സാറേ. അതതിനകത്തുള്ളത് തന്നെയല്ലേ? അല്ല വന്നീ അതിപ്പോ പാടിച്ചല്ലോ. അതേ ഉണ്ടായിരുന്നുള്ളൂ, അത് വേറൊന്നും മാത്രം പാടിയില്ല. ഓഹോ, അല്ല അത് മറ്റേ സംഗതിയാണ്. അത് മറ്റേത് ഐറ്റം നമ്മളെ പലവിലേക്ക് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്. അതെ അതെ അതെ. പിന്നെ നേരെ മുത്തായ്പിലോട്ട്. ആ കിനാവിൻ പരിഭവങ്ങൾ ലാസ്റ്റ് അതൊരു ക്ലാരിറ്റി വേണം മോനെ. അത് ഇറ്റ്സ് ഗുഡ്. അത് വളരെ കുറച്ചും കൂടെ നല്ലതാക്കണം. അത് ശരി സർ. അത് നമ്മുടെ പ്രസന്റേഷൻ്റെ കൂടെ പ്രധാനമാണ് മോനെ. നമ്മളൊരെണ്ണം പാടി അങ്ങ് നശിപ്പിക്കുക, എത്ര നല്ല സംഗതിയാണെങ്കിലും അത് നന്നായിട്ട് പ്രസന്റ് ചെയ്താൽ അത് കുറച്ച് അത്ര ഒരു എന്താ പറയുക ഒരു ക്രാഫ്റ്റ് ഇല്ലെങ്കിൽ അത് സുഖമായിരിക്കും കേൾക്കുമ്പോൾ. അതാ പ്രസന്റേഷൻ. അത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടില്ല മക്കൾ, അവിടെ എടുത്തു വെച്ചാൽ അതിന് രുചിയുണ്ടോ എന്നുള്ള കാര്യം തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ എടുത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം, ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുപോലൊരു മോൻ പാടുമ്പോൾ അതങ്ങനെ വേണം. അപ്പോൾ ഇത് നല്ല ഒരു കേൾക്കാൻ സുഖമാണ്. പക്ഷെ അത് വൃത്തിയായിട്ട് നിനക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനതൊന്നും കൂടെ പാടിച്ചത്. അതൊക്കെ കൈ നിട്ടതാണോ? ഏത് ഇപ്പൊ പാടിയതുണ്ടോ അതിനകത്തുണ്ടോ? അതായിട്ടുണ്ട്. ഉണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ പാടിയത്. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കാം മോനെ. ശരി സാർ. കേട്ടോ? ഓക്കെ സാർ. അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല മോനെ. എന്തൊക്കെയായാലും ഒരു 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 കൂളവസ്ഥയാണ് ഇത്. നീ കുറച്ചും കൂടെ ഇത് എനിക്ക് തോന്നുന്നു മോനെ, ഇതും ഒരു പാക്ഡ് ആണ് ആ പാട്ട്. അതിനകത്തൊന്നും കയറി ചെയ്യാനുള്ള ഒരു സ്ഥലവും ഇല്ല, ഒന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 5 സെൻറ്റ് മേടിക്കണം ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് മൊത്തം അങ്ങനെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറും പോവും. നീ എന്തെങ്കിലും ഒന്ന് കയറി ചെയ്ത് ഇപ്പം ഇതിൻ്റെ ഒരു സ്വഭാവം വിട്ടിട്ട് ചെലവ് എന്തെങ്കിലും പാടുന്ന ഒരു ക്ലാസിക്കൽ ലെവലിൽ അങ്ങോട്ട് ആയപ്പോൾ അതിട്ട് ചേരത്തുമില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒരു കൂളായിട്ടുള്ള പാട്ടെടുത്ത് കുറച്ചും കൂടെ സ്കോപ്പുള്ള ഒരു പാട്ടെടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മോൻ നന്നായിട്ട് തന്നെ പാടി കേട്ടോ, അതിൽ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നന്നായിട്ട് തന്നെ പാടി. പക്ഷേ കുഞ്ഞിന് കുറച്ചും കൂടെ പൂന്ത് വിളയാണ് ഈ അതിൻ്റെ ഈ ഇൻ്റർലൂഡിൻ്റെ ഇടയിൽ കയറി സ്വരം പാടാതെ മോന് തന്നെ അത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് സംഗതികളൊക്കെ പാടാൻ പറ്റിയ ഒരു പാട്ടെടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നമ്മുടെ ഗാംഗുവ അല്ലേ, ഐ ലവ് യു ഗാംഗുവ. താങ്ക് യു ശരത് സാർ. ഹരിച്ചേട്ടാ കങ്കുവാ. എന്താ സാർ? അയ്യോ അഭിനവേ. എന്താ സാർ? നന്നായിരുന്നു അഭിനവ്, നന്നായിട്ട് പാടി. താങ്ക് യു സാർ. അതുപോലെ ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയ കയ്യടി. എല്ലാവരും കിടിലങ്ങളാണെന്നറിയാം, എന്നാൽ എനിക്ക് രജിത്തേട്ടനെ പറ്റി ഒരു 2 വാക്ക്. അദ്ദേഹമാണ് അതിൽ സാക്സ് ഇപ്പം ലൈവായിട്ട് പ്ലേ ചെയ്തത്. സോ എക്സ്ട്രാ ക്ലാപ്സ്. പിന്നെ ഫ്ലൂട്ട് രാജേഷേട്ടൻ, ഇത് മൊത്തം ഫ്ലൂട്ടുള്ളൊരു സോങ് ആണ്. അപ്പോൾ മോനെ നല്ല സോങ് ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണിത്. പിന്നെ ഇതിൽ ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇല്ല, ഭയങ്കര കുറവാണ്. കാരണം ഇത് ഒരുപാട് ഇംപ്രവൈസ് ചെയ്താൽ ആ പാട്ടിന്റെ ഫ്ലേവർ, പാട്ടിന്റെ മൂഡിന്ന് വേറെ ആവും. മറ്റൊരു ഖരാരപ്രിയൊക്കെ വേറൊരു സാധനത്തിലോട്ട് പോയി നീ ഇടയ്ക്ക്.
ഇപ്പം സ്വരം പാടാം മോനെ, പക്ഷെ അതൊരു അല്ലെങ്കിൽ കുറച്ചൊരു വേറൊരു മൂഡിൽ പാടണം, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടോ എന്തെങ്കിലും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചേട്ടാ അതൊന്ന് പാടിക്കേ ജസ്റ്റ് മോനെ. നിസസ നിസസ നിസ 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 ഗരിസനി. ഇതിന് വരെ നിസസ നിസ 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 ഗരിസനി. മോനെ ആ സിംഗപ്പേഷൻ തന്നെ അതേ ഇത് തന്നെ ഗരിസനി മാത്രം വെച്ചിട്ട് മറ്റേ നിസസ എന്നുള്ളത് നീ സിംഗപ്പേറ്റ് ചെയ്താൽ മതി. വേറെ അത് ഒറിജിനൽ അവിടെ കിടന്നോട്ടെ, അത് നല്ല രസമായിരിക്കും. അപ്പൊ ആ ഒരു മോഡിഫൈഡ് സിംഗിങ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, കാരണം ഇതൊരു നല്ലൊരു അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ഇന്റർലൂഡ് അല്ലേ. നിസസ നിസ 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 ഗരിസനി. അങ്ങനെ ഒരു സാധനം എന്തെങ്കിലും വർക്ക് ആയി കഴിഞ്ഞാൽ ഇത് പിന്നെയും ചേരും. അല്ലാതെ നിസസ നിസസ അത് വേറൊരു മൂഡായി പോകും മോനെ കേട്ടോ. അതൊന്ന് ഇനി തൊട്ടൊന്ന് എല്ലാവരും നിങ്ങളുടെ അങ്ങനത്തെ ഒരു സോങ് ഒക്കെ കിട്ടിയാൽ നിങ്ങൾ അങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടിക്കും ഭയങ്കരമായിട്ട് സ്വരവും ഈ പാട്ടുമായിട്ട്. പിന്നെ അതും കൂടി പാടാറുണ്ടെന്ന് തോന്നി എനിക്ക്. അല്ലെ എന്തെങ്കിലും സംതിങ് അവിടെ ഒരു പെട്ടെന്ന് അബ്രപ്റ്റ് ആയിട്ട് അങ്ങ് നിന്ന് എന്ന് പറഞ്ഞങ്ങ് നിന്നു. സംതിങ് എന്തെങ്കിലും ഒരു ടൈൽ എൻഡ് പോലെ അല്ലെങ്കിൽ ഷഡ്ജറ്റ് പായിലേക്ക് ഒരു സസ്റ്റൈൻ പിടിച്ചാലും മതിയായിരുന്നു. അതെ, ബാക്കി അവര് വായിച്ചു നിർത്തിയാലും സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ എനിക്ക് ആ സ്വരത്തിനൊരു ഫ്ലോ ഇല്ലായിരുന്നു, ഭയങ്കര ഓടിപ്പോയി മോനെ. ആ ഋത്തുമായിട്ട് ഇങ്ങനെ ലോക്കായിട്ട് നിൽക്കണം, അതിനെല്ലാം അവരിങ്ങനെ വായിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആയേനെ. പിന്നെ വെരി ബിഗിനിങ് സ്വയം സ്വയം വരചന്ദ്രികേ സ്വയം സ്വയം താരേ സ്വയം. കറക്റ്റ്. അപ്പോൾ അതായിരുന്നു നേരത്തെ മിസ് ചെയ്ത്, അങ്ങനത്തെ കുറച്ച് ചെറിയ. പിന്നെ വന്നീല, അത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. വന്നീല മതി, വന്നീല വേണ്ട, എന്തിനു വരണം. പിന്നെ മറ്റേ അൾട്രാ പ്രോമാക്സ് സംഗതിയും വിതുമ്പുന്നിത വേണ്ടായിരുന്നു. അത് ഒട്ടും മാച്ച് ആവുന്നില്ല മോനെ ഇതുമായിട്ട്. അത് സ്വന്തമായിട്ടുള്ള ക്രിയേഷൻ ആണോ? ഓക്കെ, അത് അവിടെ അത്ര സെറ്റ് ആവുന്നില്ലായിരുന്നു. ചില സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ട് മോൻ പാടി, നല്ല ഫീലോടെ തന്നെ പാടി. പക്ഷെ ചില ഈ ഇതൊരു ഇംപ്രവൈസിങ് റൗണ്ട് അല്ലേ, അപ്പൊ അതിനാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ഇംപ്രവൈസ് ചെയ്തു, എങ്ങനെ ഇംപ്രവൈസ് ചെയ്തു, അതിനെ ജസ്റ്റിസ് കൊടുത്തു ആ പാട്ടിന്. റൈറ്റ് ഇംപ്രവൈസേഷൻ ആയിരുന്നോ, നല്ല സോങ് സെലക്ഷൻ ആണോ, ഇതാണ് ഏറ്റവും ഞങ്ങൾ നോക്കുന്ന ആദ്യത്തെ കാര്യങ്ങൾ. അപ്പൊ അത് വെച്ച് നോക്കുമ്പം ഇതൊരു സോങ് കുഡ് ഹാവ് ബീൻ ബെറ്റർ കേട്ടോ. പിന്നെ ലാസ്റ്റ് കടലാല പോലെ അത് ലാൻഡിങ് പ്രോപ്പർ ആയിരുന്നില്ല രണ്ട് പോർഷനിലും, അനുപല്ലവിയും ചരണം. അതും കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആക്കാൻ തോന്നി. അപ്പോൾ ബെറ്റർ ആവണം. ഫൈനൽസ് എത്താറായി. നമ്മളെല്ലാവരും അറിയാലോ, അവിടെ സീറ്റിന്റെ നമ്പർ കുറഞ്ഞു. നിങ്ങളെല്ലാവരും ലക്കിയാണ് ഇപ്പോഴും. ലൈക്ക് ഇത്രയും പേരിൽ നിങ്ങൾ സോർട്ടഡ് ആയിട്ട് ഇവിടെ നിൽക്കാനും അവിടെ ഇരിക്കാനും ഒക്കെ ഒരു ഭയങ്കര ലക്കാണ്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ഇപ്പോൾ ഉള്ള പൊസിഷൻ ഒരിക്കലും മറക്കരുത്. ഇനിയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, ഹെൽത്ത് ശ്രദ്ധിക്കണം, പ്രിപ്പയർ വെൽ ഫോർ ഫിനാലെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. നമ്മുടെ തീർത്ഥ ദീപക്കേന്റെ കൂടെ ഈ ഒരു സോങ് ഡുവറ്റ് പാടിയിട്ടുണ്ട്. തീർത്ഥ ദീപക്കേന്റെ കൂടെ ഈ സോങ് അവള് ഡുവറ്റ് പാടിയിട്ടുണ്ട് ഒരു ഷോയില്. പണ്ടാ? ആ, എപ്പോഴായിരുന്നു, ഏത് ഇയർ ആയിരുന്നു മോളെ? 1960 അല്ലേ? മോക്ക് 4 വയസ്സുള്ളപ്പോഴാ? അല്ല, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, നൈസ്. ഓക്കെ അബി. അപ്പൊ ഇനി മാർക്സ്. സാർ യെസ് മക്കളെ കങ്കുവാ, എന്തോ സാർ? മോന് ഞാൻ ഒരു 8.5 മാർക്സ് തരും. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഹരിച്ചേട്ടാ നിങ്ങളെ വിട്ടഴിച്ചിരിക്കുന്നു പറയല്ലേ, നിങ്ങളെ വിട്ടയച്ചിരിക്കുന്നു, കേസൊന്നുമില്ല. താങ്ക് യു സാർ. താങ്ക് യു സാർ. നിങ്ങൾ നിരപരാധിയാണെന്ന്. മോനെ 8.4. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ആശിപ്പിച്ചു. ഷാനിക്ക ഒരു എപ്പിസോഡിനുള്ള ഐറ്റം ഉണ്ട് ആയിട്ട്. ഓക്കെ, സോ ടോട്ടൽ 16.9. ഓക്കെ.
ഓക്കെ കങ്കുവ. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു GTech എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഓക്കെ, അടുത്തത് ഫിലിമി കവിതാ റൗണ്ട്. പാടാൻ വരുന്നു നമ്മുടെ പാർവണക്കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം പാർവണ. സ്വകാര്യം മൊഴിയുവാൻ അരികിൽ വന്നു പുലരികൾ മുറുകി നിൽക്കും തന്റെ തോറും വിരൽ തലോടി സന്ധ്യകൾ എഴുതിയതാരോ കൺമഷി പോലെ സ്വപ്നം മിഴികളിൽ സ്വപ്നം
പാർവണ അടിപൊളിയായിരുന്നു. താങ്ക് യു. കറക്റ്റ് ലുക്കിലൊക്കെ മേക്ക് ഓവറിന് സമയം എടുത്ത ഒരുപാട്. 1 മണിക്കൂർ. 1 മണിക്കൂർ സമയം എടുത്ത് റെഡി ആയതാട്ടോ കൊച്ച്. ഓക്കെ, നമുക്ക് ചോദിക്കാം, ഈ മൂവി കണ്ടായിരുന്നോ? ഇല്ല, വിഷ്വലൊക്കെ കണ്ടു. ആ മറ്റേ മഞ്ജു ചേച്ചിയുടെ. ആ, ഉണ്ട്. ഓക്കെ, ഹരിച്ചേട്ടാ. പാർവണ ഓ, നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഇതൊരു ഹിറ്റ് സോങ് കൂടിയാണ്. കവിത റൗണ്ട് ആണെങ്കിൽ ഇറ്റ്സ് എ പോപ്പുലർ സോങ്. ഒരു ഉഗ്രൻ കോമ്പോസിഷൻ ജയചന്ദ്രൻ ചേട്ടനും റഫീഖ് സാറും കൂടി ചെയ്ത്. സോ ആദ്യം തന്നെ ഈ സെലക്ഷൻ ഒരു കൈയടി. താങ്ക് യു സർ. കാരണം നമ്മൾ റൈറ്റ് സോങ് എടുക്കുമ്പോൾ ഇപ്പൊ കവിതയാണെങ്കിലും അത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ എല്ലാവരും ഇരുന്ന് കേൾക്കും. ഇപ്പൊ മണിച്ചിത്രത്താഴിൽ തന്നെ വരുവാനിലാരുമേ എപ്പോഴും നമ്മൾ കേൾക്കും. അത് നല്ലൊരു കവിതയാണ്. ഇതും അതുപോലൊരു കവിതയാണ്. അപ്പം നല്ല ട്യൂണും ഒക്കെ വെച്ച് കേൾക്കുമ്പോൾ അപ്പം അങ്ങനെ കേൾക്കാത്തവരും ഉണ്ട്, കവിതയായിട്ട് കേൾക്കുന്നത്. പക്ഷെ ഞാൻ കൂടുതലും ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോള് വളരെ സോൾഫുൾ ആയിട്ടാണ് പാടിയത്. താങ്ക് യു സർ. ഞാനൊന്നും എഴുതിയില്ല മോളെ, അങ്ങനെ ചെറിയ ചെറിയ പിച്ചിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെ. എന്നാലും ആ ഒരു ഫീല് കിട്ടി. അതാണ് ഇതിലെ മെയിൻ കാര്യം. നല്ലായിരുന്നു. താങ്ക് യു സർ. ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷാനിക്ക. പാർവണ ഓ, നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. കഴിഞ്ഞ തവണ സങ്കടപ്പെട്ടു പോയ അതെ, കഴിഞ്ഞ തവണ ഒച്ചയുമില്ല, വെറും കാറ്റ്. എന്നിട്ട് പ്രോപ്പർ റെസ്റ്റ് ഒക്കെ എടുത്തോ പാർവണ? എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ചെയ്തു കേക്കട്ടെ. അതെ, ഞാൻ മിണ്ടാതിരുന്നു. പാർവണെ കൊണ്ട് പറ്റിയോ അത്? കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മിണ്ടായിരുന്നു. റൂമിലെത്തിയപ്പോക്കെ അമ്മേനോട് ആംഗ്യം കാണിച്ചതാ. ഇത് ഇച്ചിരി കൂടുതലല്ലേ മക്കളെ? അല്ല, അത്ര അടഞ്ഞു പോയി ശബ്ദം. അത്ര അടഞ്ഞു പോയി സാർ. അടുത്തൊക്കെ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഇച്ചിരി വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലല്ല, ശരിക്കും ശരിക്കും പാവം. ഞാൻ എന്നിട്ട് പിന്നെന്താ ഇവിടത്തെ കൊറേ ചേട്ടന്മാരൊക്കെ പറഞ്ഞു, എന്താ ചെറിയുള്ളിയും വെല്ലവോ, അത് വെള്ളമോ? വെല്ലം. വെള്ളം എന്ന് പറഞ്ഞാൽ ശർക്കര. ശർക്കര അത് കഴിക്കാൻ പറഞ്ഞു. അത് കഴിച്ചു. ചെറുള്ളി ശർക്കരയോ? ഞാനത് കേട്ടിട്ടില്ല അങ്ങനെ ഒരു. കരിപ്പട്ടിയും ചെറിയ ഉള്ളിയും കഴിക്കും, അത് ഹാർട്ടിന് നല്ലതാന്ന് പറയും. ഇതിപ്പോ ആദ്യ കോമ്പിനേഷൻ ചെറുള്ളിയും ശർക്കരയും. അപ്പൊ മോളത് കഴിച്ചോ? എങ്ങനെയായിരുന്നു മിക്സ് ചെയ്ത്? കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ കഷ്ടപ്പാടും കാണത്തില്ല, ശർക്കര ഉള്ളതുകൊണ്ട്. അല്ല, മറ്റേന്റെ ടേസ്റ്റേ രണ്ടും ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണല്ലോ. അതെ, പക്ഷെ കൊഴപ്പില്ല. ഒരു കഴിച്ചിട്ട് വലിയ തലകറക്കൊന്നുമില്ലായിരുന്നു. റിസൾട്ട് കിട്ടി ചെറിയ. ഇനിയിപ്പൊ ഞങ്ങളുടെ റിസൾട്ടും കൂടെ പറയാം. പിന്നെ കൊറേ വെള്ളം കുടിച്ചു. അത് പോയ റൗണ്ടിലും കുടിച്ചായിരുന്നല്ലോ മോളെ വെള്ളം. അതെ, കുറെ വെള്ളം കുടിച്ചായിരുന്നല്ലോ മോളന്ന്. അങ്ങനല്ലേ മോള് കരഞ്ഞത്. ഈ ചെറുള്ളി ശരിക്കും വർക്ക് ചെയ്താ? തെറ്റായിരുന്നു. എത്ര തവണ കഴിച്ചു? ഞാനിന്ന് പോയി കുറച്ച് ചെറുള്ളി മേടിച്ചിട്ട് ആ വഴി ശർക്കര രാത്രി പോയിട്ട് വേഷത്തിൽ ചേട്ടാ ചെറുള്ളിയും ശർക്കര. ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ, ചിലപ്പോ ഉണ്ടാവും കേട്ടോ. ഇത് ഒന്നും പറയാൻ എല്ലാത്തിനും മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. അപ്പം മോള് നന്നായിട്ട് പാടി മോളെ, നല്ല സോൾഫുൾ ആയിട്ട് തന്നെ പാടി. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ സോങ് എന്ന് പറയുന്നത് രാജേഷ് ഏട്ടന്റെ വിളയാട്ടായിരുന്നു. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയല്ലോ മാഷേ നിങ്ങളെ പറ്റി. കൈയടിക്ക്. പുള്ളി അങ്ങ് വിളയാടി ഇതിനകത്ത്, പൊളിച്ചു. അതെ, അത് ഒരു പടിക്ക് എനിക്ക് തോന്നുന്നു പാർവണയുടെ മേലെ രാജേഷ് ഏട്ടൻ അതെ എന്ന് പറയേണ്ടി വരും. കാരണം എല്ലാരും കൈയടിച്ചപ്പോ ഇങ്ങനെ ഇരുന്ന കൈയടിച്ചു. അതെ, ഉഗ്രായിരുന്നു ഹോൾ ഓർക്കസ്ട്ര കേട്ടോ. പിന്നെ ഭയങ്കര അത്ഭുതമാണ് ശ്രേയാജിയെ പോലെ ഒരാള് ഇത്ര ഇങ്ങനെ ഡെപ്തുള്ള ഒരു കവിത ഇങ്ങനെ പാടുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര, അത് ഒരു മിറക്കിൾ ജന്മമാണ് ശ്രേയാജി എന്ന് പറയാം. ഒന്നും പറയാനില്ല. ആ മോളെ ഡീറ്റെയിൽസ് പറയൂ കേക്കട്ടെ. ലിറിക്സ് റഫീഖ് അഹമ്മദ് സാറ്, മ്യൂസിക് എം ജയചന്ദ്രൻ സാറ്, പാടിയത് ശ്രേയ ഘോഷാൽ മാം. മൂവി ആമി 2018. ഓക്കെ മോളെ, ഒന്ന് ഈ പിന്നെ ഇലകളോടും പൂക്കളോടും പറയുവാനുണ്ടൊത്തിരി, ആ പറയുവാനുണ്ടൊത്തിരി എന്നുള്ളത് മോൾ എങ്ങനെയാ കട്ട് ചെയ്തത്? അത് ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഒന്ന് പാടിക്കോ. പറയുവാനുണ്ടോ തിരി അങ്ങനെയാ കേട്ടത്. ഒന്ന് മോള് പാടിയേ. ഇലകളോടും പൂക്കളോടും
പറയുവാനുണ്ടൊത്തിരി. ഓക്കെ, ഇപ്പം പിന്നെയും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അഗൈൻ ശ്രുതി ഒരു ചെറിയൊരു വില്ലനായിട്ടുണ്ട്. പക്ഷെ നേരത്തെ എന്തോ പറയുവാനുണ്ടോ ബ്രേക്ക് തിരി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പറയുവാനുണ്ടോ തിരിയോ, അതെന്താ അത്? ഇപ്പോഴാണ് നോക്കുമ്പോഴാണ് പറയുവാനുണ്ടോ തിരി, അതാണ് എഴുതിയേക്കണേ. പിന്നെ ലാസ്റ്റ് തഴുകുന്നു. അതൊന്ന് മോളൊന്ന് പാടിക്കാം മോളെ. തഴുകുന്നു അതെ തഴുകുന്നു രാപ്പകലൊഴിയാതെ മായികമയിൽ പീലി. കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസും ചെറിയ ചെറിയ കുഞ്ഞ് ശ്രുതി ഇഷ്യൂസുമാണ്. എനിക്കൊന്ന് ഇപ്പം മറ്റേ പ്രശ്നത്തിൽ ഇപ്പം റിക്കവർ ചെയ്ത് വരുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ടായിരിക്കാം മോള് പാർവണയുടെ ഒരു 100% എത്തിയിട്ടില്ല. ബട്ട് അഗൈൻ സ്റ്റിൽ മോള് വളരെ സോൾഫുൾ ആയിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ അഗൈൻ യു ഹാവ് പ്രൂവൺ, അതായത് എന്തും പറ്റും എന്നുള്ളത് മോള് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു സർ. ഇനി റൗണ്ട് ഉണ്ടോ? സലീൽ ദാസ് സാറിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഈ പറഞ്ഞ പോലെ വീണ്ടും റെസ്റ്റിലേക്ക് പോവാ. റെസ്റ്റ് മോഡ് കേട്ടോ, മൊത്തം എയർപ്ലെയിൻ മോഡിലേക്ക് പോവാ കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോഡ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ശരത് സർ. ഹായ് മോളെ. ഹായ് സർ. നല്ല പാട്ട്. താങ്ക് യു. അത് ഈ മനോഹരമായിട്ടുള്ള ഒരു കവിത. നമ്മുടെ പിന്നെ അവരൊക്കെ ചേരുമ്പോൾ നല്ലതല്ലേ വരത്തുള്ളൂ. ചിലയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. റഫീഖ് അണ്ണാജിയുടെ ആകെ പറയേ വേണ്ട, എന്തെഴുതിയാലും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. അസാധ്യ ഒരു പാട്ട്, നല്ല സുഖമാണത് കേൾക്കാൻ. എന്നാൽ ഈ ഫിലിം കാണാതിരുന്നത് വല്ലാത്തൊരു ഒരു ഒരു ഭീകര, ഈ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു നഷ്ടമാണ് മോളെ. നീ അത് കാണാതിരുന്നത് എങ്ങനെയെങ്കിലും കാണണം, ഇനിയെങ്കിലും കാണാം മോളെ. അവരത് കാണുമ്പോൾ നമുക്കത് കുറേയും കൂടെ നിങ്ങൾക്കത് അസാധ്യമായിട്ട് പാടാനും പറ്റും. ഇതാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കിയിട്ട്. പിന്നെ മോളെ കാണാൻ നല്ല ചന്തമുണ്ട്. കറക്റ്റ്. അവൾ ആ സ്പെക്ക് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വെച്ചിട്ട് പാടാൻ പറ്റാത്തോണ്ട് അവളത് റിമൂവ് ചെയ്തു. പക്ഷെ നന്നായിട്ടുണ്ട് മോളെ, നന്നായിട്ടുണ്ട്. മോള് നന്നായിട്ട് തന്നെ പാടിയത്. പക്ഷെ മോക്ക് ഇന്ന് മുഴുവനും ശ്രുതിയായിരുന്നു പ്രോബ്ലം. അവിടെ ഇവിടെ ഷാർപ്പായിരുന്നു മോള്. ഇതിപ്പോ ആദ്യം തൊട്ട് കേട്ടാന്ന് എനിക്കറിയാം, നീർമാതളം മുതൽ പിന്നെ ഇലകളും പൂക്കളും അതൊക്കെ ഷാർപ്പായിരുന്നു മോളെ. അറിയൂന്നിൻ ഹൃദയം അതൊക്കെ മോളെ ഷാർപ്പായിരുന്നു. മോൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കേൾക്കണം കേട്ടോ. അതുകൊണ്ട് ഈ പറയുന്നത് തഴുകുന്നു മായിക, അതിപ്പോ പാടിയപ്പോ കുഴപ്പം. എന്നാലും ശ്രുതി ആ മായിക അപ്പോഴും ചേർന്നിട്ടില്ല മോള് പാടിയപ്പോ. ശ്രുതി ആയിരുന്നു ഒരു കുഴപ്പം. അത് ഞാന് കൂടുതൽ ശ്വാസം എടുത്ത് പാടുമ്പോ ഷാർപ്പാവുന്നു. അത്ര എടുക്കാതെ പാടുമ്പോ പാടാനും പറ്റുന്നില്ല. ഇതിപ്പോ എന്ത് ചെയ്യാനാ? മറ്റേ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുതെന്ന് പറഞ്ഞ പോലെ അത് നടക്കത്തില്ല. അത് കുഴപ്പമില്ല മോളെ. പക്ഷേ നിന്റെ ആ ചെറിയ ഉള്ളിയും ശർക്കരയും കൂടുള്ള ഐറ്റം നന്നായിട്ടുണ്ട്. സത്യത മോക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 8 കിലോ ശർക്കരയും 12 കിലോ ഉള്ളിയും മേടിച്ചോണ്ട് പോകും വീട്ടിൽ. ഇത് തലവഴിയായി തിന്നിട്ട് ദേഹത്തൊക്കെ അങ്ങ് തേക്കും. അതിലെനിക്ക് അതങ്ങ് ശരിയാവും കേട്ടോ മുത്തേ. നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറ്റാനുള്ള പച്ചില മരുന്നുകളും അതും ഇതും ഒക്കെ ഉണ്ട്. ദൈവം അതൊക്കെ സൃഷ്ടിച്ച് തന്നിട്ടുണ്ട്. നമ്മളത് കൃത്യമായിട്ട് എടുത്ത് ചെയ്താൽ മതി. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യത്തില്ല ഉറപ്പായിട്ട്. മറ്റേതൊക്കെ നമ്മളിപ്പോൾ ഞാനൊക്കെ ചില്ലറ 1/2 കിലോ ഗുളികയാണ് കഴിക്കുന്നത്. അപ്പം അതൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ രോഗം വരുമായിരിക്കും കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോൾ. അപ്പം അത് പോട്ടെ. ഗുളിക കഴിക്കുന്നത് ചോറ് കഴിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുമ്പോളാ. കാര്യം ഇത്ര ഉണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അത് കുറേ സാധനമുണ്ട്, അതങ്ങ് തിന്നും ഒരു രസത്തിന്. 2 ഗ്ലാസ് വെള്ളം വേണം അത് ഇറക്കാൻ. അത് പോട്ടെ, അത് പോട്ടെ മോളെ. അപ്പോൾ മക്കളെ നന്നായിട്ട് തന്നെ പാടി. മോക്കി ശ്രുതി ആയിരുന്നടാ ഒരു വലിയൊരു ആപ്പെന്ന് കുഞ്ഞിന്. അതൊന്നും ശ്രദ്ധിക്കാം. അവിടെ ഇപ്പോൾ ശാരീരികാവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുന്നു മക്കളെ. ഇതൊക്കെ നല്ല ടാലൻറ്റഡ് ആണ് മോള്. അപ്പോൾ അടുത്ത വട്ടം കുറച്ചും കൂടെ ഉള്ളി മറ്റൊക്കെ തിന്നിട്ട് വരിക, കുറേ കൂടെ പക്ക ശ്രുതിയാക്കുക. ശ്വാസമൊക്കെ പിടിച്ചാലും നമ്മൾ ഷാർപ്പാവാതെ ഇരിക്കണം. ഏറ്റവും ആമി. ഓക്കെ, താങ്ക് യു ശരത് സർ. ഇനി ഓക്കെ ഹരിച്ചേട്ടാ. പാർവണ ഓ നന്നായിട്ട് പാടി മോളെ. എന്തായാലും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. സോ ഗിവിംഗ് യു 8.9. നല്ല മാർക്ക് മോളെ. ഓക്കെ 8.9. താങ്ക് യു സർ. ശരത് സർ. മക്കളെ ശ്രുതി ഇങ്ങനെ ഇരുന്നത് കൊണ്ടും ആ ശർക്കരയുടെ അളവ് കുറച്ച് കുറഞ്ഞത് കൊണ്ടും ഞാനും കുറച്ച് കുറയ്ക്കുന്നു. ഇനി കുറച്ച് ഉള്ളിയും കൂടെ കൂട്ടിക്കണം. 8.6. താങ്ക് യു സർ. ഷാനിക. സോ ടോട്ടൽ 17.5.
സന്തോഷായില്ലേ? നമ്മുടെ എപ്പിസോഡും കഴിഞ്ഞു. യെസ്, അപ്പോ ശരി, നമുക്ക് രാത്രി അടുത്ത യാത്രയില്ല. രാത്രി രാത്രി യാത്രയില്ല. എന്ത്? രാത്രി യാത്രയോ? രാത്രിയില്ല. രാത്രിയായി. രാത്രിയില്ല. രാത്രി യാത്രയില്ല. ഇല്ല. എന്നാ ശരി, അപ്പൊ ഗുഡ് നൈറ്റ്. ബൈ ബൈ. ബൈ. ബൈ.